അസ്സലാമലൈക്കും. കുറച്ചധികമായല്ലേ വീഡിയോസൊക്കെ ചെയ്തിട്ട്. ഇൻഷാല്ലാ ഇനി മുതൽ വീഡിയോസ് ചെയ്യാം കേട്ടോ. ഇതൊരു ഈവനിങ് വ്ളോഗാണ്. ഇന്ന് ഹസ്ബൻഡിന് നൈറ്റ് ഡ്യൂട്ടി ഉള്ള ദിവസമാണ്. പക്ഷെ ഇന്നൊരു ഇച്ചിരി നേരത്തെ പോകും കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാനൊരു കുഞ്ഞു ലഞ്ച് ബോക്സ് റെസിപ്പി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ഇന്ന് രാവിലെ എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആമസോണിൽ 2 പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് വൺ ഇതാണ്. ഇതൊരു സെറാമിക് മെഷറിംഗ് ബൗളാണ്. നല്ല ക്യൂട്ട്, എസ്തെറ്റിക് പ്ലസ് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കേട്ടോ. എനിക്ക് കേക്ക് ബേക്കിങ്ങിനൊക്കെ അടിപൊളിയായിട്ട് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ട്. സെക്കൻഡ് വൺ ഇതൊരു സൂപ്പർ ഡൂപ്പർ പ്രൊഡക്റ്റാണെന്ന് പറയാം. ഇത് ഒരു ഹാൻഡ് വാർമർ പ്ലസ് ഒരു പവർ ബാങ്കും കൂടിയാണ് കേട്ടോ. കാണാനും നല്ല ക്യൂട്ടാണ്, അതേമാതിരി നമുക്ക് ക്യാരി ചെയ്യാൻ എളുപ്പമാട്ടോ. ബാഗിൻ്റെ ഉള്ളിലായാലും പോക്കറ്റിലായാലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഈ വിൻ്ററിന് മസ്റ്റ് ബൈ എന്ന് തന്നെ പറയാം കേട്ടോ. സംഭവം അടിപൊളിയാട്ടോ, നല്ല ചൂടും ഉണ്ട്, അതുമാതിരി തന്നെ നമുക്ക് പവർ ബാങ്കും ആക്കിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ 2 പ്രൊഡക്റ്റായിരുന്നു ഞാൻ വാങ്ങിച്ചത്. ഇനി നമുക്ക് ലഞ്ച് ബോക്സ് റെസിപ്പിക്ക് പോവാം. ഇതൊരു ബീഫ് റോസ്റ്റ് ആണ്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് മെഷർമെൻറ്റ് ഞാൻ താഴെ കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കൊടുക്കാം കേട്ടോ. പോയി ചെക്ക് ചെയ്യുക. ഇത് കറക്റ്റായിട്ട് ആ മെഷർമെൻറ്റിൽ തന്നെ യൂസ് ചെയ്യണേ. ഇനി മസാലാസ് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കോക്കനട്ട് ഓയിലും കൂടെ ആഡ് ചെയ്യാം. ഇത് 1-2 ടീസ്പൂൺസ് യൂസ് ചെയ്യാം. അതും ഞാൻ അടിയിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു കുക്കറിലേക്ക് മാറ്റാം. ഇനി കുക്കർ അടച്ച് നന്നായി വേവിക്കാം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം, അത് മറക്കരുത്, ഞാൻ പറയാൻ മറന്നു. ഇനി മറ്റൊരു പാൻ എടുക്കുക, ഓയിൽ ഒഴിക്കുക, ചൂടാക്കുക. കുറച്ച് ജീര, മെഷർമെൻറ്റ് ഞാൻ താഴെ തന്നെ കൊടുക്കാം. ഈ ജീര നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഗാർലിക് ആൻഡ് ചില്ലി ആഡ് ചെയ്യാം. അതേമാതിരി ഉണക്കമുളക് ഞാൻ 2 ആഡ് ചെയ്തത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചാണ് ചില്ലിയും ഉണക്കമുളകും ആഡ് ചെയ്യാം കേട്ടോ. ഇനി അത് നന്നായി കളറ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഒനിയൻസ്, നന്നായി ചെറുതായി അരിഞ്ഞ ഒനിയൻസ്, അതായത് നീളത്തിൽ നന്നായി അരിഞ്ഞ ഒനിയൻസും കൂടെ ആഡ് ചെയ്ത് എല്ലാം കൂടെ ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് പെട്ടെന്ന് സോർട്ട് ആവാൻ വേണ്ടി നമുക്ക് കുറച്ച് സോൾട്ടും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഇത് കുറച്ച് മുന്നേ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. സോൾട്ട് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഓൾറെഡി നമ്മൾ ബീഫിൽ കുറച്ച് സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആഡ് ചെയ്യുമ്പോൾ ആവശ്യത്തിന് സോൾട്ട് മാത്രം ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ബീഫായി. ഇനി ഞാൻ കുക്കറിൽ നിന്ന് കുറച്ച് ബീഫ് പാനിലേക്ക് മാറ്റി കേട്ടോ. കുറച്ചല്ല, മൊത്തം ബീഫ് ഞാൻ പാനിലേക്ക് മാറ്റി. എൻ്റെ കയ്യിൽ കുറച്ച് വാട്ടർ കൂടുതലായിരുന്നു. ഇത്ര വാട്ടർ ആഡ് ചെയ്യേണ്ട. ഞാനൊരു 1 ഗ്ലാസ് വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, 1 കപ്പ് ഓഫ് വാട്ടർ. പക്ഷേ നിങ്ങൾക്ക് 1/2 കപ്പ് ഓഫ് വാട്ടർ, ബീഫിനനുസരിച്ച് വാട്ടർ ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പം നമ്മൾ ബീഫ് റോസ്റ്റായി. ഇനി നമുക്ക് ലഞ്ച് ബോക്സ് റെഡിയാക്കാം. ഇത് 2 ചിക്കൻ എഗ് സാൻഡ്വിച്ചാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ 2 ചിക്കൻ എഗ് സാൻഡ്വിച്ചാണ് ഞാൻ ഫസ്റ്റ് ലഞ്ച് ബോക്സിൽ വെച്ച്. സെക്കൻഡ് ലഞ്ച് ബോക്സിൽ ഒരു പൊറാട്ട പ്ലസ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ബീഫ് റോസ്റ്റ് കേട്ടോ. ഒരു പൊറാട്ട മതി എന്ന് പറഞ്ഞ് അത്രേ കഴിക്കത്തുള്ളൂ, അതുകൊണ്ട് ഒരു പൊറാട്ട വെച്ചിട്ടുണ്ട്. ഇതൊരു പേരിന് വെക്കുന്ന കേട്ടോ. ചിലപ്പം ഹോസ്പിറ്റലിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാറുണ്ട്, അപ്പോൾ അതിനു വേണ്ടി വയ്ക്കുന്നതാണ്. ഡെസേർട്ട് എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാറുണ്ട്, അപ്പോൾ അതിനു വേണ്ടി വയ്ക്കുന്ന. പിന്നെ ഞാൻ 2 ഓറഞ്ച് വയ്ക്കുന്നുണ്ട്, ആൾക്ക് നല്ല ഇഷ്ടമാണ്, അപ്പോൾ അതാ വയ്ക്കുന്നത്. പിന്നെ ഇത് കുറച്ച് നട്ട്സാണ്. ഇതിൽ ഗ്രീൻ നട്ട്സ്, ആൽമണ്ട്, കാഷ്യൂ ആൻഡ് പിസ്തയാണ് അതിലുള്ളത്. പിന്നെ ഇതൊരു ഫ്രൂട്ട് ബാറാണ്, ആൾക്ക് ഒരു സ്നാക്സ് ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു പ്രോട്ടീൻ ബാറും വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ആളെ ലഞ്ച് ബോക്സിൽ ഇപ്പോൾ വെച്ചിട്ടുള്ളത്. ഇനി ആൾക്ക് കോഫി ഉണ്ടാക്കണം. ഇതല്ലാണ്ടും ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് അവർക്ക് അവൈലബിളാണ്, അവിടെ പോയി വാങ്ങിച്ച് കഴിക്കാം. ചിലപ്പം ഇത് മതിയാവും, ചിലപ്പം കുറച്ചും കൂടുതൽ വേണ്ടി വരും. അപ്പോൾ ആൾക്ക് അതേമാതിരി കോഫി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതും നല്ല കടുപ്പത്തിലുള്ള കോഫിയാണ് ഇഷ്ടം. അപ്പോൾ കുറച്ച് കോഫി ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വാട്ടറും വയ്ക്കും. വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകും വെള്ളം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ആളെ ടിഫിൻ ബോക്സ്. അപ്പോൾ ആളിനി പോവുക കേട്ടോ. ഹസ്ബൻഡ് പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ആരും ഇല്ലാത്ത മാതിരിയാണ്.
ഞാനും മോനും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പീട്ടിയും കളിയൊക്കെ ആയിട്ട് അവൻ്റെ എനർജി മൊത്തം കളഞ്ഞാലേ അവൻ ഉറങ്ങത്തുള്ളൂ. അപ്പോൾ അവന് മാത്രമല്ല, കൂടെ കെടുക്കാൻ ഒരു 4-5 ഫ്രണ്ട്സും ഉണ്ടാവും. ഇത് ഡെയിലി ഉള്ള സീനാണ് കേട്ടോ. ഇവരില്ലാണ്ട് അവൻ ഉറങ്ങുകയില്ല. അപ്പം ഇന്ന് അത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ. ഐ ഹോപ്പ് യു ആർ ലൈക്ക് ദ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.